യെസ്, നമസ്കാരം. സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഈ ഷീറ്റ് പിടിച്ചിട്ടില്ലേ, ഈ ഷീറ്റ് മേതിട്ട് ഞാനിവിടെ ചെയ്തു വർക്ക് 10 വർഷം മുമ്പ്. മുഴുവനും ലീക്കിൻ്റെ മുകളിൽ ലീക്ക്. അങ്ങനെ ഈ ഷീറ്റ് മുഴുവൻ ഞാൻ പൊളിച്ച് കളയാണ്. എനിക്കുണ്ടായ നഷ്ടം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എങ്ങനെ ഈ വർക്കുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യണം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇന്ന് ഡിസംബർ 6-ാം തീയതിയാണ്. ഇന്നും മഴയാണ്, മനസ്സിലാക്കുക, ഇന്നും മഴയാണ്. അപ്പോൾ 8 മാസത്തിന് മുകളിലേക്ക് മഴ വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഷീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ലോസുകൾ വരും. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. വാ, കണ്ട ഈ കിടക്കുന്ന ഷീറ്റുകളെല്ലാം കണ്ട, ഈ ഷീറ്റുകളെല്ലാം പോയി. ഈ ഷീറ്റ് മുഴുവൻ ലീക്ക് വന്ന് പോയി. ഈ ഷീറ്റുകളൊക്കെ പോയി. കണ്ട, ഷീറ്റ് മുഴുവൻ അഴിച്ചു മാറ്റി. പൈപ്പുകൾ, ഷീറ്റുകൾ എല്ലാം ലോസ് വരുത്തി. ഈ ലോസ് വന്നതിൻ്റെ ഉള്ള റീസണുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന്. യെസ്, അപ്പം ഞാൻ ഈ പൊളിച്ച് കളഞ്ഞ ഷെഡ് കണ്ടോ, ഈ ഷെഡ് 10 വർഷം മുമ്പ് ഞാനും ലാഭം നോക്കി, വർക്കറും ലാഭം നോക്കി പണിതു. എല്ലാ ജയബോൾട്ട് ഇട്ട് ഈ ജയബോൾട്ട് എല്ലാം തുരുമ്പിച്ച് അത് പോയി. അതിൽ മുഴുവൻ ലീക്ക്. ഒരു വർഷം ലീക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ 1 ലക്ഷം 2 ലക്ഷം രൂപ എനിക്ക് വർക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്ന ലേബർ കോസ്റ്റ്. ഒരു രക്ഷയില്ല. ലേബർ കോസ്റ്റ് കൂടുന്നു, മെയിൻ്റെനൻസ് കൂടുന്നു, ലീക്കുകൾ കൂടുന്നു. നോക്കൂ, ഇത് നോക്ക്, ഇതിങ്ങനെ തുരുമ്പ് പിടിച്ച് ഇതെല്ലാം വിട്ടുപോരും. പിന്നീട് നമ്മൾ സ്ക്രൂ മെത്തേഡൊക്കെ വന്നിരുന്നു. സ്ക്രൂ മെത്തേഡും ചെയ്തു. സ്ക്രൂ മെത്തേഡും ചെയ്തിട്ടും രക്ഷയില്ല. അപ്പം എല്ലാവരും പറയും ജയബോൾട്ട് അല്ല ഇടേണ്ട, സ്ക്രൂ മെത്തേഡാണെന്ന് പറയും. സ്ക്രൂ മെത്തേഡും ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. അതിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ ഉണ്ടായ കംപ്ലീറ്റ് ഷെഡും ഈ കാണുന്ന ഷെഡ്, ഇപ്പം നിങ്ങളെ കാണിച്ചു തന്ന ഷെഡും പൊളിച്ച് കളയാണ്. കണ്ട, ഇത് കംപ്ലീറ്റ് പൊളിക്കാണ്. ഈ ഷെഡ് പൊളിച്ച് ഈ സ്ഥലം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം റിമൂവ് ചെയ്ത് ഇവിടെ നമ്മൾ പുതിയ മെത്തേഡ് ഷെഡ് പണിയാൻ പോകണം. അപ്പോൾ അതിൻ്റെ റീസണുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നോക്കൂ, ഈ ഷെഡ് ഇപ്പോൾ നമ്മൾ പൊളിക്കും. ഈ ഷെഡ് നമ്മൾ പൊളിക്കാൻ കിടക്കുകയാണ്. ഇതിൻ്റെ ബാക്കിയാണ്. ഇവിടെ പണി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പൊളിക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു ശ്രദ്ധിക്കുക, ആ ബിൽഡിംഗ് കാണിച്ചു തരാം. ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ ഷീറ്റ് ഇപ്പോൾ പൊളിച്ച് മാറ്റിയതാണ്. കാരണം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഷീറ്റ് സ്ക്രൂ ചെയ്ത് എല്ലാം ചെയ്തതാണ്. പക്ഷേ പ്രശ്നം ഉണ്ടായത് തിക്നെസ്. നമ്മൾ ഷീറ്റ് വാങ്ങിക്കുമ്പോൾ ഇത് ഒരു 10-15 അടി ഹൈറ്റിൻ്റെ ഉള്ളിൽ ആവശ്യമുള്ള തിക്നെസ്സാണ്. പക്ഷേ അത് 30 അടി 40 അടി ഹൈറ്റിന് മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഷീറ്റിന് നമ്മൾ കനം കൂടിയ ഷീറ്റും തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് കാറ്റടിച്ച് ഷീറ്റ് കീറിപ്പോയി. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാറ്റടിച്ച് ഷീറ്റ് കീറിപ്പോയി. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചെല്ലാം. മുകളിൽ ചെന്നാലും നിങ്ങൾ ഞെട്ടുന്ന സംഭവം നിങ്ങളെ പറയും. ഇതിൽ ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് മുകളിലാണ്. വരൂ, നമുക്ക് മുകളിലേക്ക് പോകാം. വാ. യെസ്, അപ്പോൾ നമ്മൾ മുകളിൽ നിലയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ടോപ്പിലേക്ക് എത്തി. ടോപ്പ് നോക്കി, നിങ്ങൾ ഷീറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ടോപ്പിലേക്ക്. ഇവിടെയാണ് കണ്ടമാനം ട്വിസ്റ്റ് ഉണ്ട്. ഈ ട്വിസ്റ്റുകളൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. യെസ്, ഇപ്പോൾ ഞാൻ ഈ ഭയങ്കര വെയിൽ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഈ വെയിലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് കേരളത്തിൽ 28 ഡിഗ്രി, ഇപ്പോൾ സൂര്യ 28 ഡിഗ്രി വെയിലുള്ളൂ എന്ന് പറയും. 28 ഡിഗ്രി വെയിൽ നമ്മുടെ ഈ ഷീറ്റുമ്മ തട്ടിക്കഴിഞ്ഞാൽ അത് 40, 50, 60 ഡിഗ്രി വരെ ആവും. ഇത് ഷീറ്റുമ്മ തൊട്ട് നോക്കിയാൽ വെള്ളം വെച്ചാൽ തിളയ്ക്കും. ആ ചൂടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് 4 ഇരട്ടിയൊക്കെ ചൂട് വർധനവുണ്ടാവും. അതുകൊണ്ട് അകത്ത് ഒരിക്കലും ഷീറ്റ് ചെയ്താൽ നിൽക്കാൻ എനിക്ക് കണ്ണ് തന്നെ തുറക്കാൻ പറ്റില്ല. അത്രയും വെയിലാണ് ഇവിടെ. ഒരു രക്ഷയില്ല. കാരണം ഈ ചൂട് വരാതിരിക്കാൻ, ഈ ചൂട് അകത്തേക്ക് വരാതിരിക്കാനുള്ള സിസ്റ്റം ഉണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. അത് ഫസ്റ്റ് അങ്ങനെ 3-4 ട്വിസ്റ്റാണ് നിങ്ങളെ ഞാൻ പറഞ്ഞുതരാൻ പോണേ. ആദ്യം ചൂട് വരാതിരിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. വാ.
ഇവിടെ ചൂട് നിങ്ങൾക്ക് 28 ഡിഗ്രി 30 ഉള്ളെങ്കിലും അകത്ത് അത്ര തന്നെ ചൂട് വരാതിരിക്കണമെങ്കിൽ അവിടെ നമ്മളൊരു കാര്യം ചെയ്യണം. കാരണം ചൂടെന്ന് പറയുമ്പോൾ നമ്മൾ 28 ഡിഗ്രി 30 ഡിഗ്രി കേട്ടാൽ പോരാ, ഷീറ്റുമുള്ളത് 60-80 ഡിഗ്രി ആവും. ഭയങ്കര ചൂടില്ല, പുഴുങ്ങലായിരിക്കും ചൂട്. ഓക്കെ, വാ. കണ്ട ഇപ്പോൾ ഈ സ്പോഞ്ച് കണ്ട, ഈ സ്പോഞ്ച് ഉള്ള കണ്ട, ഈ സ്പോഞ്ച് അല്ല ഇവിടെ, ഇത് സാൻഡ്വിച്ച് പാനിലാണ്. ഇത് തിക്നെസ് കൂടിയതാണ് ഈ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ, ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ 2 ഗുണമാണ്. പുറത്ത് നമുക്ക് എത്ര ചൂട് വന്നാലും, എത്ര ഡിഗ്രി ചൂട് വന്നാലും, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 30 ഡിഗ്രി 28 ഡിഗ്രി ചൂടുള്ളൂ എന്ന് പറയെങ്കിലും റിയലായിട്ട് ഇതുമ്പോൾ ഷീറ്റ് തട്ടി കുറേ നേരം ചൂട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ചൂട് 60-70 ഡിഗ്രി പുറത്ത് ചൂടുണ്ടാവും. നടക്കാൻ പോലും പറ്റില്ല, അത്രയും ചൂട് വരും. ഈ ചൂട് നമ്മുടെ അകത്തേക്ക് ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അതിനേക്കാളും ചൂടായിരിക്കും, നല്ല പുഴുങ്ങലായിരിക്കും. അപ്പോൾ ഈ സാൻഡ്വിച്ച് പാനിൽ ഈ ഹീറ്റ് റെസിസ്റ്റൻസ് ചെയ്യുന്ന ചൂട് തടയാനുള്ള ഈ പ്രൊഡക്റ്റ് ഉള്ള മെറ്റീരിയൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂടുണ്ടാവില്ല, സൗണ്ട് പ്രൂഫാണ്. രണ്ടാമതൊരു നമ്മുടെ ഇവിടെ 8 മാസം മഴ സൗണ്ട് പ്രൂഫാണ്. ഇതിൽ വെള്ളം വീണാൽ അകത്ത് സൗണ്ട് കേൾക്കില്ല. 2 ഗുണമുണ്ട്. ഒന്ന് ചൂടിന് തടയും, 2 നമുക്കുള്ളത് സൗണ്ട് പ്രൂഫുമാണ്, സൗണ്ട് പ്രൂഫ്. അപ്പോൾ ഇതിന് നമ്മൾക്ക്, അപ്പോൾ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് അഡീഷണൽ 50 രൂപ കോസ്റ്റ് എക്സ്ട്രാ വരും. ഒരു ഷീറ്റ് നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ 40 രൂപ 42 രൂപ 45 രൂപ പല റേറ്റുകൾ കിട്ടും. ആ റേറ്റുകളിൽ നിന്നും 50 രൂപ അഡീഷണൽ സ്ക്വയർ ഫീറ്റ് വരുമ്പോഴാണ് ഈ ഷീറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഈ ചൂട് പ്രൊട്ടക്റ്റ് ചെയ്യണതും സൗണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് മാർക്കറ്റിൽ, അത് പറഞ്ഞാൽ. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷീറ്റിന് നമ്മൾ പറഞ്ഞില്ല സാൻഡ്വിച്ച് പാനിൽ ഉള്ള ഷീറ്റ് വാങ്ങിക്കാണ്ട് ഇത് വേണ്ട വൈറ്റ് ബേസ് ഇതിപ്പോൾ കിട്ടും കേട്ടോ. വൈറ്റ് ബേസ് അതിൻ്റെ ഒരു കോട്ടിങ് വേണ്ട, സീലിങ്ങിൻ്റെ ആവശ്യമില്ല. അതൊരു എക്സ്ട്രാ ബെനിഫിറ്റാണ് നമുക്ക്. സീലിങ്ങിൻ്റെ ആവശ്യം ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ലാഭം ഇതാണ്. ഇതിന് സീലിംഗും വേണ്ട. അപ്പോൾ സീലിംഗ് വരുമ്പോൾ വേറെ ചാർജ് വരും, അപ്പോൾ അത് വേറെ എക്സ്ട്രാ നഷ്ടമായിട്ട് വരും. നമ്മൾ ഷീറ്റ് അടയ്ക്കാൻ നോക്കുമ്പോൾ ഇതാവുമ്പോൾ നല്ല ട്രെൻഡാണ്, പുതിയ മോഡലാണ്. ഇതൊരു ബെനിഫിറ്റാണ്. കാരണം നമുക്ക് AC ഒക്കെ പിടിപ്പിക്കാൻ നല്ല പെർഫെക്റ്റായിട്ട് AC ഒക്കെ പിടിപ്പിക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, നല്ല പെർഫെക്ഷനാണ്. അപ്പോൾ ഇതൊരു ബെനിഫിറ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം നമ്മളിന്ന് കുറേ മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ നമുക്ക് കണ്ടമാനം ലൂസ് വരും. ശരി, അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ എനിക്കുണ്ടായ കുറേ ഷീറ്റ് വിരിച്ചതിലുണ്ടായ കുറേ വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, ഒന്ന് നിങ്ങൾക്ക് ഈ സാൻഡ്വിച്ച് പാനിൽ ഉള്ള ഷീറ്റ് എടുക്കാം. രണ്ടാമത് നിങ്ങൾക്കുള്ള ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സൗണ്ട് പ്രൂഫ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ചൂട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റാണത്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ചൂടിൽ നിന്ന് നിങ്ങൾക്ക് ഒട്ടും തന്നെ ചൂടുണ്ടാവില്ല. കാരണം ഞാൻ ഇപ്പോൾ മുകളിൽ കൈ വെച്ചിട്ട് ഞാൻ താഴെ പോയി കൈ വയ്ക്കാറുണ്ട്, പക്ഷേ അവിടെ ചൂടുണ്ടാവാറില്ല, ഒട്ടും തന്നെ ചൂടുണ്ടാവാറില്ല. അത് വളരെ ബെനിഫിറ്റാണ്. അപ്പോൾ നിങ്ങൾ ഷീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 50 രൂപ അഡീഷണൽ പ്ലസ് വരും ആവശ്യമുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഇവിടെ നിങ്ങൾ ഷീറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും സ്ക്രൂ കാണുന്നുണ്ടോ? നോക്കിയേ, സ്ക്രൂ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഷീറ്റ് കിട്ടും, സ്ക്രൂ ചെയ്യുന്ന ഷീറ്റ് കിട്ടും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നോക്കൂ. കണ്ട ഇവിടെ എത്ര സ്ക്രൂ അടിച്ച് ചോദിക്കണം. കണ്ട സ്ക്രൂ 1 2 3 4 5 6 7 8 9 10 സ്ക്രൂവോളം അടിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ വരെ. ഈ സ്ക്രൂവിൽ കുറേ കഴിയുമ്പോൾ ഈ സ്ക്രൂവിൻ്റെ വാഷുകൾ ദ്രവിച്ച് ഇതിങ്ങനെ പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങും. ഭാവിയിലുണ്ടായ പ്രശ്നമാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങും. ഭാവിയിൽ ഇതിൽ കൂടെ വെള്ളം ഇറങ്ങും. ഈ ഇറങ്ങാതിരിക്കാനാണ് ഇങ്ങനൊരു ചാനലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കും, ഇത് ലോക്കിംഗ് ആണ്. കണ്ട ഇത് വെച്ച് ഇങ്ങനെ അടയ്ക്കും. അത് എത്ര വർഷം വേണമെങ്കിലും നിങ്ങൾക്ക് ലീക്ക് കിട്ടും. കണ്ട ഈ ലീക്കൊക്കെ മാറ്റാന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല, ഭയങ്കര ലേബർ കോസ്റ്റാണ്. ഇവിടെ ഞാൻ ഷീറ്റ് മെയ്താണ് നേരത്തെ. ഈ ഷീറ്റ് മുഴുവൻ പൊളിച്ചൊളഞ്ഞു. 3 റീസൺ ഉണ്ടായ. ഒന്ന്, ഷീറ്റ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് തിക്നെസ് കൂടിയിലേക്ക് കാറ്റത്ത് ഷീറ്റ് കീറിപ്പോയി. കാറ്റടിക്കുമ്പോൾ ഷീറ്റ് കീറിപ്പോയി, അതുകൊണ്ട് ഷീറ്റ് ഞാൻ മാറ്റി. 2, ലീക്ക് വന്നതിന് ശേഷം നമ്മൾ ഷീറ്റ് മാറ്റി. 2 കാരണം ഉണ്ടായി. ലീക്ക് വന്നപ്പോഴാണ് മനസ്സിലായ ലീക്കുകൾ എത്ര അടച്ചാലും എത്ര സിലിക്കോൺ വെച്ചാലും എത്ര ചെയ്താലും നിൽക്കില്ല. സിലിക്കോണിന് പ്രശ്നമുണ്ട്, സിലിക്കോൺ കാക്ക കുത്തിക്കൊണ്ടുപോകും, അടുത്ത തലവേനയാണ്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇതിൽ വെച്ചു, ഈ ലോക്ക്. അപ്പം ഞങ്ങളിത് അന്വേഷിച്ചു, എന്താണ് ഇതിൻ്റെ വിഷയങ്ങൾ, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇനി അതിൻ്റെ ഇടയ്ക്കുണ്ടായ വേറൊരു വിഷയം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ ഷീറ്റ് വാങ്ങിച്ചു, സ്ക്രൂ ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഷെഡ് പണിയാൻ ഒരു തീരുമാനം എടുത്തു. നേരത്തെ പറഞ്ഞില്ലേ, പൊളിച്ച് ആ കാണിച്ച ഷെഡ് പണിയാൻ അവിടെ സാങ്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ 10,000 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്കുള്ള ഷെഡിന് സോളാർ വെക്കണമെന്ന് നിർബന്ധമാണ്. നമുക്ക് സാങ്ഷൻ കിട്ടിയപ്പോൾ 10,000 സ്ക്വയർ ഫീറ്റ് സോളാർ വെക്കണം. സോളാർ വെക്കുന്ന ആൾ വന്നു, സോളാറുകാരനെ വിളിച്ചു. സോളാറുകാരൻ എന്ത് പറഞ്ഞു പറയുമ്പോൾ, അപ്പോൾ ഇവിടെ നമ്മൾ തുളച്ച് ഒരു പൈപ്പ് ഇവിടെ ഇറക്കി വെൽഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എല്ലാ സ്ക്രൂവിനും കൊടുക്കണം. ഇതുമേയാണ് സോളാർ ഫിറ്റ് ചെയ്യണം.
അപ്പോൾ നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ 10,000 സ്ക്വയറിന് മുകളിലേക്കുള്ളവർക്ക് സോളാർ നിർബന്ധമാണ്. ഇപ്പോൾ അല്ലാതെ സാങ്ഷൻ തരില്ല, ബിൽഡിംഗ് പണിയാൻ സാങ്ഷൻ തരില്ല. ഇനിയിപ്പോൾ നമുക്ക് ഡാം ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഡാമിലുള്ള വിഷയങ്ങൾ ഇനി കടന്നു വരണമുണ്ട്, നമുക്ക് അവിടെയും വെള്ളം കുറയ്ക്കും, അപ്പോൾ കറണ്ടൊക്കെ വരവ് കുറയും. അപ്പോൾ നമ്മളോട് സോളാറിലേക്ക് മാറാൻ. സോളാർ മാറുമ്പോൾ നിങ്ങൾ വീടുകളിൽ മുഴുവൻ ഷീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഷീറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഒന്ന് ലീക്കിൻ്റെ പ്രശ്നം, ഒന്ന് ചൂടിൻ്റെ പ്രശ്നം, പിന്നെ രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾക്ക് സോളാർ ഫിറ്റ് ചെയ്യാം. സോളാർ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പോയിന്റ് തുളയ്ക്കാതിരിക്കണമെങ്കിൽ പുതിയ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. ഈ ഷീറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ഗുണങ്ങളായി കിട്ടണം. ഈ ഷീറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഒന്ന് ലീക്ക് വരില്ല, 2 സാൻഡ്വിച്ച് പാനൽ ടൈപ്പ് ചൂട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണെങ്കിൽ ചൂട് പ്രൊട്ടക്റ്റ് ചെയ്യും. മൂന്നാമത്തെ നിങ്ങൾക്ക് സോളാർ ഫിറ്റ് ചെയ്യാൻ ഈ ഷീറ്റുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അത് കാണിച്ചാൽ അതെ നോക്കൂ, ഈ സാധനം വെച്ച് കണ്ട, ഈ സാധനം വെച്ച് നമുക്ക് സോളാർ ഫിറ്റ് ചെയ്യാം. കണ്ട, ഇത് സോളാർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. വേറെ തുളയ്ക്കൊന്നും വേണ്ട, വെറുതെ ക്ലിപ്പ്. ഇത് തുളയ്ക്കൊന്നും വേണ്ട, ഇതിങ്ങനെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് 2 സൈഡിൽ ടൈറ്റ് ചെയ്ത് ലോക്കായി ഈ ക്ലിപ്പിൽ നമുക്ക് സോളാർ ഫിറ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സോളാർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തുളയ്ക്കും. മറ്റേ സാധാ ഷീറ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം ഫിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. നമ്മൾ വീണ്ടും എല്ലാ ഷീറ്റും മാറ്റണം, വീണ്ടും തുളച്ച് പിടിപ്പിക്കും, അങ്ങനെ ഭയങ്കര ലൂസ് വരും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഈ ഞാനിപ്പോൾ കാണിച്ച ഷീറ്റ് കേരളത്തിൽ ഒരു ഷോപ്പിലും വിൽക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, കേരളത്തിൽ ഒരു ഷോപ്പിലും നിങ്ങൾക്ക് കിട്ടില്ല. ഇത് 3 മാസം മുമ്പ് ഓർഡർ കൊടുത്ത് എഗെയിൻസ്റ്റ് ഓർഡറാണ് നിങ്ങൾക്ക് വരുന്നത്. ഇത് കിട്ടില്ല. കാരണം മാർക്കറ്റിൽ എന്തുകൊണ്ട് ഇറക്കാത്തത്? ഇതിൻ്റെ പ്രൈസ് കൂടുതലാണ്. ഇനി മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാൾ 5 രൂപ കൂടുന്നുള്ളൂ, വലിയ കൂടുതലൊന്നും ഇല്ല. ഒരു സ്ക്വയറിന് 5 രൂപയാണെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് വീട്ടിൽ കിടന്ന് ഉറക്കാം. കാരണം മഴയുടെ പോക്കും ഈ രീതിയിൽ സോളാർ ഫിറ്റിങ്ങിൻ്റെ സംഭവം, ചൂടിൻ്റെ പ്രശ്നം, 3 കാര്യത്തിൽ നമുക്കിന്ന് സൊല്യൂഷനാണ്. ചൂട്, സൗണ്ട് പ്രൂഫ്, സോളാർ ഫിറ്റ് ചെയ്യാൻ, ലീക്ക്. എന്തെല്ലാം ഗുണങ്ങളുണ്ട് നമുക്ക് ഈ ഷീറ്റ് ചെയ്യുകയാണെങ്കിൽ? വലിയ കൂടുതലൊന്നുമില്ല, 5 രൂപ അല്ലെങ്കിൽ 10 രൂപ സ്ക്വയറിന് അങ്ങോട്ട് മാറും, ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഈ ഷീറ്റ് എന്ന് പറഞ്ഞാലേ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റിൻ്റെ ലെങ്ത്ത് ശ്രദ്ധിക്കുക. ഈ ഷീറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കസ്റ്റമേഡ് ആകുമ്പോൾ നമുക്ക് എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റിൻ്റെ ഈ ഇവിടെ തൊട്ട് എവിടെ വരെയാണ് ജോയിൻറ്റിൽ അത് കിട്ടും. നമുക്ക് എത്ര നീളം വേണം അത്ര നീളത്തിൽ സിംഗിൾ പീസായിട്ട് കിട്ടും നമുക്ക്. മറ്റത് നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ അങ്ങനെ ഇത് ഇത്ര സിംഗിൾ പീസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ചെറിയൊരു പീസാക്കും. സിംഗിൾ പീസാണ്, ഇവിടെ ഒന്നും ജോയിൻ്റ് ഇല്ല. നിങ്ങൾ നോക്കിയോ, സിംഗിൾ പീസാണ്, ഇവിടെ ജോയിൻ്റ് ഇല്ല. ജോയിൻ്റ് ഇല്ലാതെ വരുമ്പോൾ തന്നെ നമുക്ക് ലാഭമാണ്. കയറ്റിയിടുന്നതിന് തന്നെ കോസ്റ്റ് നമുക്ക് കുറച്ചിട്ടും. എങ്ങും ജോയിൻ്റ് ഇല്ല, സിംഗിൾ പീസായിരിക്കും. ഇത് ഏകദേശം 30 അടി നീളമുണ്ട്, ഒരു സൈഡ് മാത്രം, സിംഗിൾ പീസാണ്. സിംഗിൾ പീസാണ്, ജോയിൻ്റ് വരില്ല. പിന്നെ ഞാൻ നേരത്തെ ലോക്ക് സിസ്റ്റം ആണ്. പിന്നെ എനിക്കുണ്ടായ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ പാത്തി ഒരു സൈഡിലേക്ക് 2 അടി, ഒരു സൈഡിൽ 2 അടി, 4 അടിയുടെ ഷീറ്റാണ് പാത്തി. ഞാൻ പണ്ട് 1 അടിയുടെ വെച്ചു, അപ്പോൾ വെള്ളം കയറി ഇങ്ങോട്ട് വന്നു, മഴയത്ത് അകത്തേക്ക് വന്നു. 1 അടിയുടെ വെച്ചു. ഇത് ഇപ്പോൾ 2 അടിയാണ് വെച്ചിരിക്കുന്നത്. 2 അടി വയ്ക്കുമ്പോൾ നമുക്കിതിൽ വിഷയങ്ങളില്ല. 2 അടി വയ്ക്കുമ്പോൾ നമുക്ക് വിഷയമില്ല, ഇതിലേക്ക് ലീക്കുകൾ വരില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ 6 ബെനിഫിറ്റ്, ഈ ഷീറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 6 ബെനിഫിറ്റ് ഉണ്ട്. നമ്പർ 1 ബെനിഫിറ്റ്, നിങ്ങളുടെ ആവശ്യമുള്ള സൈസിന് ഈ ഷീറ്റ് പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടും, അതുകൊണ്ട് ജോയിൻറ്റിൽ നിന്ന് ലാഭമുണ്ട്. നമ്പർ 2, ഈ ഹോൾസ് എല്ലാം അടിക്കുന്ന ഹോളുകളിൽ സ്ക്രൂ മുറുക്കി കഴിയുമ്പോൾ ക്ലിപ്പ് ഇടുമ്പോൾ നിങ്ങൾക്ക് ലീക്ക് ഉണ്ടാവില്ല. നമ്പർ 3, ഈ ഷീറ്റിന് നിങ്ങൾക്ക് സാൻഡ്വിച്ച് പാനൽ ചൂട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്പോഞ്ച് പോലെയാണ് സംഭവം. അതിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ 28 ഡിഗ്രി 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ചൂട് അടിച്ചു കഴിഞ്ഞാൽ 60-80 ഡിഗ്രിയിലേക്ക് പോകും. അപ്പോൾ അകത്ത് നിങ്ങൾക്ക് ചൂടുണ്ടാവില്ല. 4മത്തേത് കഴിഞ്ഞാൽ സൗണ്ട് പ്രൂഫ് ഉണ്ടാവും. സൗണ്ട് പ്രൂഫ്, മഴ പെയ്താൽ സൗണ്ട് ഉണ്ടാവില്ല. 5 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സോളാർ ഫിറ്റിൻ്റെ ഒരു കാലഘട്ടത്തിൽ സോളാർ ഫിറ്റ് ചെയ്യാൻ, ലോക്ക് ഫിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 6മത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോളാർ മാസം വന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അവർക്ക് നടന്നു പോകുമ്പോൾ ഇതെല്ലാം ഇല്ലെങ്കിൽ ലീക്കുകൾ കാര്യങ്ങളൊക്കെ വരാൻ ചെയ്യണം. അപ്പോൾ ഈ ക്വാളിറ്റി ഷീറ്റുണ്ട്. ഈ ഷീറ്റുകൾക്കൊക്കെ ഒരു 5 രൂപ തൊട്ട് 10 രൂപ സ്ക്വയർ ഫീറ്റിന് വ്യത്യാസമുള്ളൂ മാർക്കറ്റിൽ. പക്ഷേ ഇത് ഒരു ഷോപ്പിലും ഈ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് കസ്റ്റമൈഡ് ഷീറ്റാണ്. നമ്മൾ ഓർഡർ കൊടുത്താൽ കിട്ടുന്ന ഷീറ്റുകൾ. അപ്പോൾ 3 മാസം മുമ്പ് നിങ്ങൾ ഓർഡർ കൊടുക്കണം, നിങ്ങൾക്ക് എന്നാലും ഇത് പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വാട്സാപ്പിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾ കൃത്യമായിട്ട് മറുപടി വരും. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിനേക്കാൾ നല്ല പ്രോഗ്രാമായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.